ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കഠിനാധ്വാനങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന നന്മകളും ആരും കാണുന്നില്ലെന്ന് കരുതി നമ്മൾ പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. ശരിയായ വഴിയിലൂടെ നടന്നിട്ട് പ്രതിസന്ധികൾ മാത്രം ബാക്കിയാകുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരൻ, നമ്മുടെ ജീവിതം ഒരു അവിചാരിത സംഭവം അല്ലെന്നും ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമുക്കായി വലിയൊരു വിജയവും പദവിയും ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന അതീവ ഹൃദയസ്പർശിയായ വചനമാണ് എന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 25:34 വചനം ഇപ്രകാരം പറയുന്നു: രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി കൊള്ളുവിൻ. നമ്മുടെ നിശബ്ദമായ ത്യാഗങ്ങൾക്ക് സ്വർഗം നൽകാൻ പോകുന്ന വലിയൊരു അംഗീകാരത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഈ വചനം. യെരുശലേമിലെ ഒലിവുമലയിൽ വെച്ച് യേശുക്രിസ്തു തൻ്റെ പരസ്യശിക്ഷയുടെ അവസാന നാളുകളിൽ ശിഷ്യന്മാർക്ക് നൽകുന്ന വലിയൊരു വെളിപ്പെടുത്തലാണിത്. യേശുക്രിസ്തു തൻ്റെ സകല മഹിമയോടും കൂടെ രാജാവായി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ മുഴുവൻ വേർതിരിക്കുന്ന ഒരു വലിയ രംഗമാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരു ഇടയൻ ആടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ തൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന നീതിമാന്മാരെ നോക്കിയാണ് രാജാവ് ഈ മനോഹരമായ വാക്കുകൾ സംസാരിക്കുന്നത്. തങ്ങൾ ചെയ്ത നന്മകൾ അവർ പോലും മറന്നുപോയപ്പോൾ രാജാവ് അത് ഓർത്ത് വെച്ച് അവർക്ക് വലിയൊരു പ്രതിഫലം നൽകുകയാണ്. എത്ര മനോഹരമായ ക്ഷണമാണ് ഇത്! ഭൂമിയിലെ ഒരു ക്ഷണമല്ല, ഇത് സ്വർഗരാജ്യത്തേക്കുള്ള രാജാവിൻ്റെ ക്ഷണമാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേ. ഈ വചനം പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന് ഒരു നിത്യ പദ്ധതിയുണ്ട്. യേശു പറയുന്നു, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം. ഇത് നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ മറന്നിട്ടില്ല. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം തൻ്റെ മക്കൾക്കായി നിത്യരാജ്യം ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതം യാദർച്ഛികമല്ല. ദൈവത്തിന് ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ച് വളരെ കൃത്യമായ പ്ലാനും പദ്ധതിയുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒരു ഫ്രീ വിൽ തന്നിരിക്കുക, പൂർണ്ണമായ അധികാരം തന്നിരിക്കുക. നിങ്ങളുടെ ഭാവിയെ നിശ്ചയിക്കാൻ നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾക്ക് നല്ല മനുഷ്യനായിട്ട് വളരാം, ചീത്ത മനുഷ്യനായിട്ട് വളരാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ കർത്താവിനൊരാഗ്രഹമുണ്ട്. നീ ജയിച്ചു വന്നാൽ നിത്യഭവനത്തിൽ കർത്താവിൻ്റെ കൂടെ വസിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നാം ചിലപ്പോൾ ഭാവിയെക്കുറിച്ച് ഭയപ്പെടാം, പക്ഷെ നമ്മുടെ നാളെയും നിത്യവും ദൈവത്തിൻ്റെ കൈകളിലാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന നിശബ്ദമായ അധ്വാനങ്ങൾ, ആരും കാണാതെ നമ്മൾ ഒഴുക്കുന്ന കണ്ണീരുകൾ, സത്യസന്ധതയോടുള്ള നമ്മുടെ കരിയർ നിർമ്മിതികൾ, ഇതൊന്നും വെറുതെ ആകില്ല. ലോകം അത് മറന്നാലും പ്രപഞ്ചത്തിൻ്റെ നാഥനായ ദൈവം അത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 2, ദൈവം നമ്മെ അനുഗ്രഹിക്കപ്പെട്ടവരായി വിളിക്കുന്നു. യേശു പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ലോകം നമ്മെ പല പേരുകളിൽ വിളിക്കാം: പരാജയപ്പെട്ടവൻ, ദുർബലൻ, അയോഗ്യൻ, സാധാരണക്കാരൻ. എന്നാൽ ദൈവം തൻ്റെ മക്കളെ വിളിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നാണ്. നമ്മുടെ മൂല്യം ലോകത്തിൻ്റെ അഭിപ്രായത്തിലല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണ്, അവൻ്റെ സ്നേഹത്തിൻ്റെ അവകാശികളാണ്. അടുത്തതായി, നിത്യജീവിതത്തിനായി ഇന്ന് നമുക്ക് തയ്യാറാകാം. ഈ വചനം അവസാന ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരു ദിവസം നാം എല്ലാവരും ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ്. ആ ദിവസം നമ്മുടെ സമ്പത്തോ പ്രശസ്തിയോ അധികാരമോ പവറോ ഒന്നും നമ്മെ രക്ഷിക്കുകയില്ല. യേശുവുമായുള്ള ബന്ധമാണ് നമ്മെ രക്ഷിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതം നിത്യജീവിതത്തിനുള്ള ഒരു ഒരുക്കമാണ്. 4, സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്. യേശു പറയുന്നു, രാജ്യം അവകാശമാക്കുവാൻ. സ്വർഗം ഒരു സങ്കല്പമല്ല, ഒരു യഥാർത്ഥ വാഗ്ദാനമാണ്. ഇന്ന് പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിൽ അവിടെ കണ്ണീരില്ല, വേദനയില്ല, മരണമില്ല, വേർപാടില്ല. അവിടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിത്യവും സന്തോഷമാണ്. ഈ പ്രത്യാശയാണ് വിശ്വാസികളെ എല്ലാ പരീക്ഷകളിൽ നിന്നും മുന്നോട്ട് നയിക്കുന്നത്. യേശുവിൻ്റെ ക്ഷണം ഇന്നും തുറന്നിരിക്കുന്നു. ഈ വചനം ഭാവിയിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ ക്ഷണം ഇന്ന് തന്നെ ആരംഭിക്കുന്നു. യേശു ഇന്നു മനുഷ്യരെ വിളിക്കുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ, എന്നെ
വിശ്വസിക്കുകയും എൻ്റെ വഴിയിൽ നടക്കുവാൻ, എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഈ ക്ഷണം എല്ലാവർക്കും തുറന്നിരിക്കുകയാണ്. ഇന്ന് നാം അവനെ സ്വീകരിച്ച നാളെയുടെ രാജ്യം നമ്മുടെ അവകാശമാകും. കാരണം നമുക്കായി ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ വലിയൊരു വിജയം ഒരുക്കി വെച്ചവനാണ് നമ്മുടെ കർത്താവ്. അവൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെയും അധ്വാനം പാഴായി പോകില്ല. അതുകൊണ്ട് ഇന്നു മുതൽ സാഹചര്യങ്ങളെ കണ്ട് തളരേണ്ട ആവശ്യമില്ല, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വലിയ ഉയർച്ചയുടെ സമയം ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞു. നമ്മെ പ്രത്യാശ നിറഞ്ഞ ഒരു സത്യം പഠിപ്പിക്കുന്നു. നമുക്ക് ഒരു നിത്യരാജ്യം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കപ്പെട്ടവരായി വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു നിത്യ ലക്ഷ്യമുണ്ട്. ഇന്ന് തന്നെ നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ ജീവിതത്തിനായി തയ്യാറെടുക്കുന്നുണ്ടോ? എൻ്റെ വിശ്വാസം സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും പ്രകടമാകുന്നുണ്ടോ? യേശുവിൻ്റെ ക്ഷണം ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്കും യേശുവിനോടൊപ്പം നടക്കാം, സ്നേഹത്തിലും കരുണയിലും ജീവിക്കാം. ആ മഹത്തായ വാക്കുകൾ ഇന്ന് നമുക്ക് ശ്രമിക്കാം. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ എത്തിയതും സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അഗാപ്പേ ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഈ വചനം കേൾക്കുന്നതിൻ്റെ മക്കളെയും ഇത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മക്കളെയും ഈ നിമിഷം നിൻ്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നിൻ്റെ ചെറിയന്മറയിൽ അവരെ നീ മറച്ചുകൊള്ളണമേ കർത്താവേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകലരെയും സകലത്തെയും അപ്പ നിൻ്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നീ കേട്ട വചനം കർത്താവേ ഞങ്ങളുടെ നിത്യജീവനായി മാറുമാറാകണമേ കർത്താവേ. നിൻ്റെ കൃപ അടിയങ്ങൾക്ക് നൽകുമാറാകണമേ കർത്താവേ. ഞങ്ങൾ നിൻ്റെ നിത്യ സ്വർഗത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളെ വിളിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ദിവസം ആ ക്ഷണം ഞങ്ങൾ സ്വീകരിക്കുകയാണ് കർത്താവേ. ഈ ലോകത്തിൻ്റെതായ എല്ലാ ജഡിക മോഹങ്ങളിൽ നിന്നും കർത്താവേ വ്യതിചലിച്ച് കാണിച്ചു വരുന്ന വഴിയിലൂടെ നടപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ചിന്തകളെ നീ ശുദ്ധീകരിക്കണമേ. നീ കാണിച്ചു വരുന്ന വഴിയിലൂടെ അത് മാത്രം മതി കർത്താവെ ഞങ്ങൾക്ക്. കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ ദോഷികളാകുന്നു, ഞങ്ങൾ കുറ്റങ്ങളും കുറവുകളും ഏറെയുള്ളവരാണ്. പലപ്പോഴും ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട്, സ്വർഗമുണ്ടോ എന്ന്, ദൈവമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട്. അടിയങ്ങളോട് പുറക്കണമേ. അടിയങ്ങൾ ബലഹീനരും പാപികളും ദോഷികളുമാകുന്നു കർത്താവെ. നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങളെ അറിയാമല്ലോ കർത്താവെ. അവർ ശക്തീകരിക്കണമേ കർത്താവെ. നിൻ്റെ മക്കൾ ഓരോരുത്തരും ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ നിൻ്റെ ചെറിയന്മറയിൽ അവരെ മറക്കണമേ. അവർ ഏത് അവസ്ഥയിലായിരുന്നാലും നിനക്ക് അനുകൂലമായ അവസ്ഥയാക്കി അവരെ മാറ്റണമേ. അവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറ്റണമേ. അവരുടെ സന്തോഷവും സമാധാനവും നീ കൊടുക്കണമേ. രോഗങ്ങൾക്ക് സൗഖ്യം നീ കൊടുക്കണമേ. അവർ എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും കൈപിടിച്ച് അവർ വഴി നടത്തണമേ. അവർക്ക് ആലോചന പറഞ്ഞ് വഴി നടത്തണമേ. രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന മക്കൾക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി പ്രതിസന്ധികളായിരിക്കുന്നവർക്ക് പൂർണ്ണമായി വിടുതൽ നൽകണമേ. ബിസിനസ് പലതും ചെയ്തിട്ടും ഒന്നും രക്ഷപ്പെടാതെ കഷ്ടപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. പലവിധമായ പരീക്ഷകളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു. സന്താനങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് വിഷമിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. എല്ലാവർക്കും നിൻ്റെ ഹൃദയ സമാധാനം പ്രദാനം ചെയ്യണമേ. നിൻ്റെ ചെറിയന്മറ എല്ലാവരെയും മറക്കണമേ. എത്ര വലിയ ആവശ്യങ്ങളായിരുന്നാലും നീ കൂടെ ഇരുന്ന് വഴി നടത്തണമേ കർത്താവ്. നിൻ്റെ കൃപ നിൻ്റെ മക്കളിൽ ചൊരിഞ്ഞ് സ്വർഗത്തിൻ്റെ മക്കളായി വളരുവാൻ, ഭാവിയിൽ നിന്നോടുകൂടി ആയിരിക്കാൻ, നീ എപ്പോൾ വന്നാലും നിന്നോട് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും നീ ഒരുക്കണമേ. നിൻ്റെ കൃപ ഇത്രത്തോളം ഞങ്ങളത് വഴി നടത്തി പരിപാലിച്ചു കർത്താവ്. എല്ലാ മക്കളെയും വചനം കേൾക്കുന്ന എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ കർത്താവ്. അവരുടെ സാഹചര്യങ്ങൾ അനുകൂലമാക്കണമേ. അവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കണമേ. നിൻ്റെ കൃപ ചൊരിഞ്ഞ് നിൻ്റെ തൃപ്പാദത്തിൽ അവരെ സംരക്ഷിച്ചു കൊള്ളണമേ നാഥ. പിശാച് അവരെ തൊടുവാൻ നീ അനുവദിക്കരുതേ. നിൻ്റെ രക്തവളപ്പിൽ സംരക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. എല്ലാം ഞങ്ങൾ കൊണ്ട് വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.